ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ വെണ്ടക്ക കൊണ്ട് ഒരു തേങ്ങ അരച്ച കറി ഉണ്ടാക്കാം. വെണ്ടയ്ക്ക ആയതുകൊണ്ട് ടേസ്റ്റ് ഒന്നും ഇല്ലയെന്ന് ആരും വിചാരിക്കണ്ട. നല്ല അടിപൊളി ടേസ്റ്റാണ്. മാത്രമല്ല ഇത് നമ്മൾ മീൻകറിയൊക്കെ വെക്കൂലേ ആ ഒരു രീതി കൂടെയാണ്, പക്ഷെ മീനല്ലെന്ന് മാത്രം. പിന്നെ മീൻകറി പോലെ തന്നെ ഇത് ഇരിക്കും തോറും ടേസ്റ്റും കൂടും. മീൻകറിയൊക്കെ നമ്മുടെ അടുത്ത ദിവസമല്ലേ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകുക, അതുപോലെയാണ് ഈ ഒരു കറിയും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു 9-10 വെണ്ടക്ക ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു അരക്കപ്പ് തേങ്ങ ഉപയോഗിച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു 9-10 മതി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് വെണ്ടയ്ക്കയുടെ അളവ് കുറഞ്ഞാലും വേണ്ടില്ല, ഒരിക്കലും കൂടണ്ട. വെണ്ടയ്ക്ക ഒരുപാടായാൽ ഈ കറിയിൽ വെണ്ടയ്ക്ക കൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല. മാത്രമല്ല ഒരു കുഴമ്പ് രൂപത്തിലാകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വെണ്ടയ്ക്ക കുറച്ച് മതി. ഇനി ഈ വെണ്ടയ്ക്ക നമ്മൾ നന്നായിട്ട് കഴുകി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഏകദേശം ഈ ഒരു സൈസിൽ വേണം, ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ച് സൈസിൽ വേണം വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുക്കാൻ. കറി ആയതുകൊണ്ട് ഉടഞ്ഞു പോകാതിരിക്കാനാണ്. അങ്ങനെ വെണ്ടയ്ക്കെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇനി ഈ കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് അതിലോട്ട് ഒരു 1/2 കപ്പ് തേങ്ങയും പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളിയും 1 കഷ്ണം തക്കാളിയും പിന്നെ പുളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ പുളി, നാടൻ പുളിയാണ്, അതുകൊണ്ട് വല്ലാണ്ട് കഴുകാനൊന്നുമില്ല, നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ പുളിയുടെ അളവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. നിങ്ങൾ പുളി ഉള്ള കറിയാണ് ഇഷ്ടമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബാലൻസ് ചെയ്യാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകവും പിന്നെ വെള്ളവും ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിലാകണം. ഇനി നമ്മൾ ഏത് ചട്ടിയിലാണോ കറി ഉണ്ടാക്കുന്നത് ആ ചട്ടിയിലോട്ട് ഇത് ഒഴിച്ചിട്ട് പിന്നെ ഈ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി അതും ഈ ഒരു ചട്ടിയിലോട്ട് ഒഴിച്ച് നമ്മൾ വെള്ളം പാകമാക്കി എടുക്കണം. ഇനി നന്നായിട്ട് തിളപ്പിക്കണം. തിളച്ച് ഈ ഒരു കറിയിലുള്ള ഈ മസാലകളുടെ എല്ലാം പച്ച മണവും പച്ച ടേസ്റ്റും എല്ലാം മാറി നല്ലൊരു ടേസ്റ്റിലോട്ട് എത്തുന്നത് വരെ നന്നായിട്ട് തിളക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ എടുക്കും ഇത് തിളക്കാൻ. തിളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ കറി നന്നായിട്ട് കുറുകി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു കറിയുടെ കൺസിസ്റ്റൻസി നമ്മൾ നിലനിർത്തണം. അതൊരു സ്റ്റെപ്പാണ്. അങ്ങനെ ഇത് നന്നായിട്ട് ഇപ്പോൾ തിളച്ച് ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ മസാല. ആ ഒരു സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച വെണ്ടക്ക ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി ഈ വെണ്ടക്കയും ഇട്ടിട്ട് അത്യാവശ്യം നന്നായിട്ട് വീണ്ടും തിളക്കണം. പിന്നെ ഈ വെണ്ടക്ക തിളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെണ്ടക്ക ഒരുപാട് വെന്ത് പൊട്ടി പോകരുത്. അപ്പോൾ വീണ്ടും നമ്മുടെ കറിയുടെ ആ ഒരു കൺസിസ്റ്റൻസി മാറി ഒരു ചണ്ടി രൂപത്തിലാകും. ഇനി ഈ വെണ്ടക്ക എങ്ങനെ പാകമായി എന്നറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ വെണ്ടക്ക നല്ലൊരു ഗ്രീൻ കളറല്ലേ, ഇത് മാറിയിട്ട് ഒരു യെല്ലോയിഷ് കളറിലോട്ട് എത്തണം. അതിനർത്ഥം അത് വെന്ത് തുടങ്ങി എന്നാണ്. ആ ഒരു സമയമാണ് നമ്മളിത് ഓഫ് ചെയ്യേണ്ടത്. കണ്ടില്ലേ, ഇപ്പോൾ ഏകദേശം ആ ഒരു ഞാൻ പറഞ്ഞ ഒരു അളവ് എത്തിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇനി ബാക്കി വേവ് ഈ ചട്ടിയുടെ ചൂടിൽ തന്നെ കിടന്നിട്ട് നന്നായിട്ട് വെന്തോളും. ഇനി അത് അവിടെ നിൽക്കട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് വറവിടാം. അതിനു വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിഞ്ഞതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ വറവിടുന്നത്. അപ്പോൾ ആദ്യം എണ്ണ തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു ബ്രൗൺ ഈ ഒരു കളർ എത്തുമ്പോൾ നമുക്ക് കറിവേപ്പിലയും പിന്നെ വറ്റൽ മുളകും ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതും ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ നേരെ നമ്മൾ വെണ്ടയ്ക്ക ആ മിക്സിയിലോട്ട് ഇത് ഒഴിക്കാം. അത്രയേ ഉള്ളൂ പരിപാടി. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സംഭവം നല്ല അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ കഴിക്കുന്നതിലേറെ ടേസ്റ്റ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഈ വെണ്ടയ്ക്കയിലോട്ട് ഈ പുളിയും മസാലയും എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇങ്ങനെ ഒരു കറി ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്യണം. പ്രത്യേകിച്ച് നാടൻ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർ അവർ മസ്റ്റ് ട്രൈ ആണ്. അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ശരി എന്നാൽ.